എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വീക്കെൻഡ് വ്ളോഗുമായിട്ടാണ്. ശനി ഞായർ ദിവസത്തെ ചെറിയൊരു വ്ളോഗാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. ഡിന്നർ പ്രിപ്പറേഷനും അതുപോലെ തന്നെ ഗ്രോസറി ഷോപ്പിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ്. നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ട് ആണ്. നമ്മളിപ്പോൾ സ്വീഡനിലാണ് താമസിക്കുന്നത്. സ്വീഡൻ എന്ന് പറയുന്നത് യൂറോപ്പിലെ ഒരു രാജ്യമാണ്. കുറച്ച് പേര് കമൻസിലൂടെ ചോദിക്കാറുണ്ട്, പുതിയതായിട്ട് വരുന്നവരാണ്. അപ്പോൾ നമ്മൾ കുക്കിങ്ങും അതുപോലെ തന്നെ വ്ളോഗ്സും ഷെയർ ചെയ്യാറുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഇലകളൊക്കെ നല്ലതായിട്ട് ഓറഞ്ച് കളറായിട്ട് പതിയെ പൊഴിയാനായിട്ട് തുടങ്ങും. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ലതായിട്ട് ഓറഞ്ച് കളറിലെല്ലാം നിൽപ്പുണ്ടായിരുന്നു. ഓരോ സമയം ആകുമ്പോഴത്തേക്കിത് ഓരോ സൈഡിലിങ്ങനെ കൊഴിഞ്ഞ് അവസാനം ഇലകളൊന്നും ഇല്ലാത്തൊരു അവസ്ഥയിലെത്തും. അപ്പോഴാണ് നല്ലതായിട്ട് വിൻ്ററൊക്കെ തുടങ്ങുന്നത്. ഇപ്പോൾ പല ഭാഗങ്ങളിലും ഇതുപോലെ നല്ല ഭംഗിയിൽ മരങ്ങൾ രണ്ട് സൈഡിലും പല കളറുകളിലായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ ശനിയാഴ്ച ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് വെളിയിൽ നിന്നാണ് കഴിച്ചത്. അപ്പോൾ രാവിലെ നമ്മൾ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ നമ്മൾ വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കാനായിട്ട് വെച്ചു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇവിടെ അടുത്തൊരു പാർക്കിലേക്ക് പോവാണ്. ഒരു വിശാലമായിട്ടുള്ളൊരു പാർക്കാണ്. അപ്പോൾ അവിടെ പോയിട്ട് കുട്ടികൾ സൈക്കിൾ ചവിട്ടും, അതുപോലെ നമുക്ക് നടക്കാനൊക്കെ പറ്റിയ നല്ലൊരു വിശാലമായിട്ടുള്ളൊരു പാർക്കാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് പോവാണ്. പാർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം ഒരുപാട് കുന്നുകളൊക്കെ ഉണ്ട്. അപ്പോൾ കുന്നിൻ്റെ മുകളിൽ നിന്നാൽ നമുക്ക് ദൂരെ കടലും അതുപോലെ കടൽപ്പാലവും അങ്ങ് അക്കരെ ഡെൻമാർക്കൊക്കെ കാണാം. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ളൊരു വിശാലമായിട്ടുള്ള പാർക്കാണ്. നടക്കാനും അതുപോലെ തന്നെ വർക്കൗട്ടൊക്കെ ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു പാർക്കാണ്. അപ്പോൾ കുട്ടികൾക്ക് സൈക്കിളൊക്കെ ചവിട്ടാമെന്ന് കരുതി നമ്മൾ ഒരു 3 മണി സമയമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങിയതാണ്. അങ്ങനെ പാർക്കിൽ ഒരു 2 മണിക്കൂറൊക്കെ നമ്മൾ ചിലവഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇപ്പോൾ രാത്രിയാകും. ഇപ്പോൾ ഒരു 4 മണി കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇരുട്ടി തുടങ്ങും. അപ്പോൾ നമ്മുടെ മുളക് പൊടി അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളൊക്കെ തീർന്നിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ഗ്രോസറി ഷോപ്പിലേക്ക് പോവാണ്. നമ്മൾ താമസിക്കുന്നത് സ്വീഡനിലെ ലുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു വളരെ പഴക്കം ചെന്നൊരു ചെറിയൊരു സിറ്റിയിലാണ്. അത് സൗത്താണ്, അതായത് സ്വീഡൻ്റെ സൗത്ത് മോസ്റ്റ് പാർട്ടാണ് മാൽമോ, ലുണ്ട് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ. അപ്പോൾ ഇവിടുത്തെ ഒരു ഗ്രോസറി ഷോപ്പാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം വേണ്ട ഗ്രോസറി മാസത്തിലൊന്നോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെയാണ് ഇന്ത്യൻ ഗ്രോസറിയിൽ നമ്മൾ വാങ്ങുന്നിട്ട് പൊടികളും അതുപോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാറുണ്ട്. ബാക്കിയുള്ള പച്ചക്കറികളും ഡെയിലി യൂസിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്വീഡിഷ് ഷോപ്പുകളിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ എടുത്തു. പിന്നെ കുറച്ച് പയറുവർഗ്ഗങ്ങളോടെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് തൊലി കളഞ്ഞിട്ടുള്ള ചെറുപയർ അതുപോലെ തന്നെ തുമര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇത് തൊലിയോട് കൂടിയിട്ടുള്ള ഉഴുന്നാണ്. പിന്നെ ഇവിടെ പച്ചക്കറികളും ഉണ്ട്. എപ്പോഴും എല്ലാ പച്ചക്കറികളും കിട്ടണം എന്നില്ല. ചിലപ്പോൾ നമ്മൾ വരുമ്പം ഒന്നും കാണില്ല, ചിലപ്പം കാണും. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി, മല്ലിയില, പുതിനയിലൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാറുണ്ട്. അതുപോലെ തന്നെ പാലക് ചീര, പിന്നെ ഉലുവ ചീര ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പാക്കറ്റിൽ കണ്ടപ്പോൾ ഒന്ന് വാങ്ങി. പിന്നെ വെണ്ടയ്ക്ക, കോവയ്ക്ക, പച്ചമുളക് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. കറിവേപ്പില ഫ്രഷായിട്ട് എപ്പോഴും അങ്ങനെ കിട്ടാറില്ല, ചിലപ്പോൾ കിട്ടാറുണ്ട്. ഫ്രോസൺ ആയിട്ടുള്ള ഇതും കിട്ടാറുണ്ട്. നമ്മൾ അവിടെ നിന്ന് പച്ചക്കറിയും ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം അപ്പോൾ ബില്ല് ചെയ്യാണ്. അങ്ങനെ നമ്മളിപ്പം ഫ്രിഡ്ജിൽ വെക്കാനുള്ള കണ്ടെയ്നേഴ്സൊക്കെ കഴുകി ഉണക്കി വെച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അതൊക്കെ ഒന്ന് പച്ചക്കറികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാണ്. ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ തീർന്നിരിക്കുകയാണ്. അതിനി നമ്മൾ ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണം. അപ്പോൾ അത് മൺഡേ ആയിരിക്കും മിക്കവാറും വാങ്ങിക്കുക, വൈകിട്ട് ആയിരിക്കും വാങ്ങിക്കുക. പച്ചമുളക് നമ്മൾ അതിൻ്റെ ഞെട്ട് കളഞ്ഞതിന് ശേഷം കുപ്പിയിലിട്ട് വെക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ കേടുകൂടാതിരിക്കും. അതുപോലെ മല്ലിയില, പുതിനയിലൊക്കെ ഗ്ലാസ് കണ്ടെയ്നറിലാക്കി വെച്ചു. അതുപോലെ തന്നെ പാലക് ചീരയും നമ്മളൊരു പാത്രത്തിലാക്കി അടച്ച് വെച്ചു. അതിൽ കുറച്ച് ചെളി ഉണ്ടായിരുന്നു, അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ടാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ഇന്ന് ഡിന്നറിന് ഉണ്ടാക്കുന്നത് ഒരു പൂരിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉലുവ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. വളരെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉലുവയാണ്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു മേത്തി പൂരി എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു സ്പെഷ്യലായിട്ടുള്ളൊരു പൂരിയാണ്. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മളൊരു ദാൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 1/4 കപ്പ് തൊലി കളഞ്ഞ ചെറുപയറും 1/4 കപ്പ് മസൂർ ദാലും കൂടെ കഴുകി കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു വിസിലൊന്ന് വേവിക്കാനായിട്ട് വെച്ചു. നമ്മളിതിൽ പാലക് ചീരയും കൂടി ഇട്ടിട്ടാണ് ദാൽ ഉണ്ടാക്കുന്നത്.
അപ്പോൾ പാലക് ചീര 2 പീസ് എടുത്തിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് കടുകെണ്ണയാണ് ഇന്ന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. ജീരകം മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വറ്റൽമുളകും പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. വെളുത്തുള്ളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. പച്ചമണം നന്നായിട്ട് മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതാണ്. തക്കാളി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്കും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇനി ഇത് വെന്തിരിക്കുന്ന പരിപ്പിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പാലക് ദാലിൻ്റെ റെസിപ്പിയാണിത്. ചപ്പാത്തിക്കും അതുപോലെ തന്നെ ചോറിനും ഈ പൂരിക്കുമൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ്. നമുക്ക് പൂരി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് കടലമാവാണ് ചേർക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് അയമോദകവും കൂടെ ചേർത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് വറുത്ത ജീരകപ്പൊടിയാണ്, ചെറിയ ജീരകപ്പൊടി. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഉപ്പും കൂടി ആവശ്യത്തിന് ചേർക്കുക. ഇനി ഇതിലേക്ക് വളരെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉലുവ ചീര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. വെള്ളം ഒഴിക്കുന്നതിന് മുൻപായിട്ട് കൈവച്ചിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ എണ്ണയും കൂടെ ചേർത്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്, ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ. മുകളിലായിട്ട് കുറച്ച് എണ്ണയൊന്ന് തടവിയതിന് ശേഷം ഒരു 15 മിനിറ്റ് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഈ മാവ് നിങ്ങൾക്ക് പൂരിയായിട്ടോ ചപ്പാത്തിയായിട്ടോ ചുട്ടെടുക്കാവുന്നതാണ്. മക്കൾക്ക് പൂരിയായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി പോലെ ചുട്ടെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഹിന്ദിയിൽ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡാണ് സൗണ്ട് കൊടുക്കുന്നത്. പുതിയ റെസിപ്പീസും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഓൾറെഡി ഉള്ള റെസിപ്പീസും നമ്മൾ ആ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ഓൾറെഡി നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റിൽ പിൻ ചെയ്തും വെക്കാം. അങ്ങനെ ശനിയാഴ്ച നമ്മൾ കഴിഞ്ഞു. ഇനി ഞായറാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പത്തിരിയും കടലക്കറിയായിരുന്നു. അപ്പം അത് കഴിച്ചു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് സമയം കിട്ടിയില്ല. അപ്പോൾ അടുത്ത ദിവസം എനിക്ക് കുറച്ച് തലവേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് വയ്യാതിരിക്കുമായിരുന്നു. പിന്നെ ഉച്ച സമയത്ത് നമ്മൾ ആ കടലക്കറിയും പിന്നെ ഒരു മുട്ട പൊരിച്ചു, പിന്നെ കുറച്ച് സാലഡും, പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ബസ്മതി റൈസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനെ മക്കൾക്ക് ഞാൻ ഇന്ന് ചോറ് വാരി കൊടുക്കുകയായിരുന്നു ചെയ്തത്. ഇപ്പോൾ 2 പേർക്ക് കൂടെ ഉള്ളത് പ്ലേറ്റിൽ വിളമ്പിയതിന് ശേഷം അവർക്ക് വാരി കൊടുത്തു. അപ്പം ഞങ്ങൾ കഴിച്ചത് ചപ്പാത്തിയും കടല സാലഡായിരുന്നു. പിന്നെ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തലവേദനയൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ ഞാൻ 2 റെസിപ്പീസ് പിടിച്ചു നമ്മുടെ ചാനലിടാൻ വേണ്ടിയിട്ട്. ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള പ്ലം കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പീസൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണാം. പിന്നെ ആ റെസിപ്പിയൊക്കെ പിടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാത്രം ഒരുപാട് നിരന്നിട്ടുണ്ട്. ഇപ്പോൾ 2 ടൈപ്പ് ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം പാത്രം നമുക്കിനി കഴുകാനായിട്ട് ഡിഷ് വാഷറിലേക്ക് വെക്കാം. ഈ ഡിഷ് വാഷറിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യാം. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രിഡ്ജ് ടൂറും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ പ്രത്യേകിച്ച് ടൂറായിട്ടൊന്നും കാണിക്കാനുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണ നമ്മുടെ വീട്ടിലുള്ള ഫ്രിഡ്ജ് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഒരു വ്ളോഗിൽ കാണിക്കാം. പിന്നെ അത് പാത്രങ്ങളൊക്കെ കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്. ഇത് നമ്മുടെ പാരലായിട്ടുള്ളൊരു സ്ലാബാണ്. അപ്പോൾ അവിടെ കുറച്ച് മെസ്സിയായിട്ട് കിടക്കുമായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ മാറ്റി വെച്ചു. പിന്നീട് സാധനങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം ആ സ്ലാബ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ക്ലീനിങ് ആയിട്ടുള്ള സ്പ്രേ വാങ്ങിക്കാനായിട്ട് കിട്ടും. അതൊന്ന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നനഞ്ഞൊരു ടിഷ്യൂ പേപ്പർ ഇട്ട് നന്നായിട്ട് തുടയ്ക്കുമ്പോഴത്തേക്ക് അഴുക്കെല്ലാം നന്നായിട്ട് പോയി കിട്ടും. അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ തിരിച്ച് വെക്കുകയാണ്.
ഇവിടെ കുറച്ച് സ്പേസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ വിചാരിച്ചു നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കുന്ന ഓട്സ്, നമ്മൾ ഓവർനൈറ്റ് ഓട്സ് ഒക്കെ ഉണ്ടാക്കുന്ന ആ കാര്യങ്ങളെല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ ബാക്കി ക്ലീനിങ് ഒക്കെ കുറച്ചൊന്ന് ചെയ്യാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് കുറച്ചൊന്ന് ക്ലീൻ ചെയ്താൽ നമ്മൾ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും. അപ്പോൾ ഇത് വീട്ടിലുള്ള ദിവസം ഞാൻ രാവിലെ ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ വീക്കെൻഡൊക്കെ ആകുമ്പോൾ നമ്മൾ ഞായറാഴ്ച നന്നായിട്ടൊന്ന് ക്ലീനാക്കി വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു മണമുള്ള ഒരു വെറ്റ് വൈപ്പ് വെച്ചിട്ടാണ് ഇതിൻ്റെ മുകളിലൊക്കെ തുടയ്ക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നേരം ഇരുട്ടാകും. നല്ല മൂടിക്കെട്ടിയൊരു ഇതാണ്. അതുപോലെ കഴിഞ്ഞ ആഴ്ച ഹാലോവീൻ വീക്കായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന കാര്യങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവർക്ക് ഹാലോവീൻ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് സ്കൂളിൽ പോകണമായിരുന്നു. അപ്പോൾ രണ്ടുപേരും ചെറുതായിട്ടൊക്കെ ഒന്ന് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് പോയി. അങ്ങനെ അവർക്ക് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു സ്കൂളിൽ. കിച്ചണിൽ നമ്മൾ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തുടയ്ക്കുമ്പോഴത്തേക്ക് ഒരുപാട് അഴുക്ക് കിട്ടും. നമ്മൾ പെട്ടെന്നൊക്കെ ചെയ്യുമ്പോൾ മൊത്തത്തിൽ മെസ്സിയാവും. ക്ലീൻ ആക്കാനായിട്ട് കുറച്ചധികം സമയമെടുക്കും. പിന്നെ ഇതുപോലൊരു ആൻറ്റി ബാക്ടീരിയൽ ഫ്ലോർ വൈപ്പ് ഉണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് തുടച്ചെടുക്കാം. അത് നമ്മൾ ചൂലിൽ തന്നെ അത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചതിന് ശേഷം പെട്ടെന്ന് തുടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് പെട്ടെന്ന് എന്തെങ്കിലും തുടയ്ക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ചെറിയൊരു മണമുണ്ട്, നല്ല ക്ലീൻ ആകുകയും ചെയ്യും. മുത്തവിടെ പാൽ കുടിക്കുകയാണ്. ഇവർ തന്നെ ഇപ്പോൾ കുളിക്കും. ഇടയ്ക്ക് നമ്മൾ കുളിപ്പിക്കാറുണ്ട്. എന്നാലും നമുക്കിപ്പം പെട്ടെന്ന് ബിസി ആയിട്ടുള്ള സമയങ്ങളിലൊക്കെ അവർ തന്നെ കുളിച്ചോളും. അപ്പോൾ വൈകിട്ട് നമ്മൾ ചൂടോട് കൂടിയിട്ട് ഒരു ഗ്രീൻ ടീ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇത് ജിഞ്ചർ ലൈം ഗ്രീൻ ടീ ആണ്. അപ്പം ഗ്രീൻ ടീ ഇഷ്ടമില്ലാത്തവർ തീർച്ചയായിട്ടും ഈ ഫ്ലേവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് പൊതുവെ ഗ്രീൻ ടീ ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇത് നല്ലതാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ നട്ട്സ് കഴിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ബ്രസീൽ നട്ട്സും അതുപോലെ തന്നെ ആപ്രിക്കോട്ടുമാണ്. ബ്രസീൽ നട്ട്സിൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ നല്ല സിങ്ക് കണ്ടൻറ്റൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് കിട്ടുന്നവരൊന്ന് വാങ്ങിയിട്ട് ദിവസം 2 എണ്ണമെങ്കിലും ഒന്ന് കഴിക്കാനായിട്ട് നോക്കാം. നമ്മൾ ഇന്ന് ഡിന്നറിന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കിച്ചടിയാണ്. അപ്പം തണുപ്പൊക്കെ ആയതുകൊണ്ട് ചൂടോട് കൂടിയിട്ട് എന്തെങ്കിലും കുടിക്കുന്നതാണ് ഡിന്നറിന് ഇപ്പം ഞങ്ങൾ പൊതുവെ ചെയ്യുന്നത്. അപ്പോൾ ഈ കിനോവ കിച്ചടി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ വിശദമായിട്ടുള്ള റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, നമുക്ക് അപ്ലോഡ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. ഓട്സ് കിച്ചടിയെക്കാട്ടിലും നല്ല ടേസ്റ്റിയാണ് ഈ കിനോവ കിച്ചടി. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇന്നത്തെ ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. നമ്മൾ ക്രിസ്മസ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ മുതൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. അതുപോലെ വരും ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് ക്രിസ്മസ് റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്